പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റേഷൻ സെറ്റപ്പാണ്. നമ്മൾ പുതിയൊരു വർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ബെഞ്ച് മാർക്കുകൾ എങ്ങനെ സ്ഥാപിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം തന്നെ മെഷീൻ സെറ്റ് ചെയ്ത് ലെവൽ ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ സെഷൻ എങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അത് നോക്കി ആദ്യം തന്നെ മെഷീൻ ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം ജോബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജോബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അത് നോക്കാവുന്നതാണ്. ജോബ് എന്നാൽ ഒരു ഫോൾഡർ നിർമ്മിക്കുക. നമ്മൾ പുതിയ ഒരു സൈറ്റിലെ വർക്ക് തുടങ്ങുമ്പോൾ ഒരു ഫോൾഡർ നിർമ്മിക്കും. അതിലായിരിക്കും അവിടുത്തെ ബെഞ്ച് മാർക്കുകളും ഓറിയൻറ്റേഷനും സർവേ ചെയ്യുമ്പോൾ സേവ് ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ആ ഫോൾഡറിലായിരിക്കും സേവ് ആവുന്നത്. നമുക്ക് ആവശ്യമുള്ള ജോബ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ഞെക്കിയാൽ ജോബ് സെറ്റ് ആവുന്നതാണ്. അതിനുശേഷം എസ്കേപ്പ് ഞെക്കി മെയിൻ മെനുവിലേക്ക് വരിക. പ്രോഗ്രാമിൽ സ്റ്റേഷൻ സെറ്റപ്പ് സെലക്ട് ചെയ്യുക. മെഷീൻ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് സ്റ്റേഷൻ സെറ്റപ്പ്. അതിനുശേഷമാണ് നമ്മൾക്ക് മറ്റു വർക്കുകൾ ചെയ്യാൻ സാധിക്കുന്നത്. സ്റ്റേഷൻ സെറ്റപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഞെക്കി നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണോ സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് ആ മെത്തേഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. റിസെക്ഷൻ, രണ്ടോ അതിലധികമോ ബെഞ്ച് മാർക്കുകളും അതിൻ്റെ കോർഡിനേറ്റും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് റിസെക്ഷൻ മുഖേന സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഓറിയൻറ്റേഷൻ വിത്ത് കോർഡിനേറ്റ്, രണ്ട് ബെഞ്ച് മാർക്കുകൾ ഉപയോഗിച്ച് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്ന രീതിയാണ് ഓറിയൻറ്റേഷൻ വിത്ത് കോർഡിനേറ്റ്. ഒരു ബെഞ്ച് മാർക്ക് സ്റ്റേഷൻ പോയിൻ്റായും മറ്റൊരു ബെഞ്ച് മാർക്ക് ഓറിയൻറ്റേഷൻ പോയിൻ്റായും ഉപയോഗിക്കുന്നു. ഓറിയൻറ്റേഷൻ വിത്ത് ആംഗിൾ, നമ്മൾ പുതിയ ഒരു വർക്ക് ആരംഭിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ബെഞ്ച് മാർക്കുകളോ റെഫറൻസോ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഓറിയൻറ്റേഷൻ വിത്ത് ആംഗിൾ മുഖേനയാണ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്നതും പുതിയ ബെഞ്ച് മാർക്കുകൾ നിർമ്മിക്കുന്നതും. പുതിയ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായി നമ്മൾ ഓറിയൻറ്റേഷൻ വിത്ത് ആംഗിൾ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ഞെക്കുക. അതിനുശേഷം വരുന്ന മെനുവിൽ സ്റ്റേഷൻ ഐഡിയും ഇൻസ്ട്രുമെൻ്റ് ഹൈറ്റും നൽകുക. അതിനുശേഷം സ്റ്റേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിന് ഒരു വാല്യൂ നൽകുക. ഫംഗ്ഷൻ കീ ചേഞ്ച് ചെയ്ത് ENH സെലക്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ മെഷീൻ സെറ്റ് ചെയ്ത പോയിന്റിന് ഒരു വാല്യൂ നൽകുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നൽകാവുന്നതാണ്. ഞാൻ 500 ഈസ്റ്റും നോർത്ത് 500ഉം ഹൈറ്റ് 100ഉമാണ് നൽകുന്നത്. അതിനുശേഷം കണ്ടിന്യൂ ഞെക്കിയാൽ നമ്മൾ സ്റ്റേഷൻ ഡേറ്റ മൊത്തം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും കണ്ടിന്യൂ ഞെക്കി നമ്മൾ ഇനി ഓറിയൻറ്റേഷൻ ചെയ്യണം. നാം HZ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ കാണാം. അത് നമ്മൾ നോർത്തിലേക്ക് തിരിക്കുന്തോറും അത് കൂടിയും കുറഞ്ഞും വരുന്നത് കാണാം. അത് നോർത്തിലേക്ക് തിരിച്ചു വച്ച് നമ്മൾ HZ 0 ഞെക്കി ആംഗിൾ 0 ആക്കിയതിന് ശേഷം സെറ്റ് കൊടുക്കുക. ഇപ്പോൾ ഓറിയൻറ്റേഷൻ സെറ്റായി. ഇനി നമ്മൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ബെഞ്ച് മാർക്കുകൾ സ്ഥാപിച്ച് അത് സർവേ ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റുകൾ നമ്മളുടെ ജോബിൽ സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കുമ്പോൾ വർക്കിൻ്റെ കണ്ടിന്യൂവേഷന് നമ്മൾക്ക് ബെഞ്ച് മാർക്കുകൾ അത്യാവശ്യമാണ്.